ഒരു ഇമാമത്ത് നിൽക്കുന്ന ആള് ഇമാമ് നിന്നാൽ ഒന്ന് ബാക്കിലേക്ക് നോക്കണം, എത്ര ഉയർക്കെ ഓതണം, എങ്ങനെയൊക്കെയാണ് ബാക്കിൽ നിൽക്കുന്ന ആളുകൾ ഉള്ളത്, ആളുകൾ കൂടുതലുണ്ടോ കുറവാണോ, വയസ്സുള്ള ആളുകൾ ആരെങ്കിലും വടികുത്തി നിൽക്കുന്നുണ്ടോ, ആരെങ്കിലും വിഷമമായിട്ട് ഇരുന്ന് നിസ്കരിക്കുന്നുണ്ടോ, ഇതൊക്കെ ഒന്ന് ഇമാമ് പരിഗണിക്കണം. അങ്ങനെയാണ് ഇമാമിന്റെ നിസ്കാരം തുടരേണ്ടത്. എല്ലാ പള്ളിയിലെയും നിസ്കാരം ഒരുപോലെയല്ല. ഒരു റോഡ് സൈഡിലുള്ള പള്ളിക്ക് മത്റൂക്ക്, റോഡ് സൈഡിലുള്ള പള്ളി, അവിടെ നിസ്കരിക്കുന്ന ഇമാമിങ്ങൾ പലപ്പോഴും വളരെ പെട്ടെന്ന് നിസ്കരിച്ച് തീർക്കണം. ഓതിയിട്ട് വേഗം ഓതി നിസ്കരിക്കണം. കാരണം അങ്ങാടിയിൽ നിന്ന് ജമാഅത്ത് നഷ്ടപ്പെടാതിരിക്കാൻ ഓടി വന്നവരുണ്ടാകും, ഹോസ്പിറ്റലിൽ നിന്ന് വന്നവരുണ്ടാകും, റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വന്നവരുണ്ടാകും, ബസ് കാത്ത് നിൽക്കുന്നവരുണ്ടാകും, അങ്ങനെ പല ആൾക്കാർ. ഒരു ഗ്രാമത്തിന്റെ അകത്തുള്ള പള്ളിയാണെങ്കിൽ അവിടെ നിസ്കരിക്കാനുണ്ടാകുക കൃത്യമായ ആളുകളാണ്. അവിടെ കുറച്ച് വലിയ സൂറത്ത് ഓതി നിസ്കരിച്ചാൽ ഒരു പ്രശ്നവുമില്ല. കാരണം ആ ആളുകളുടെ അവസ്ഥ അറിയാം. അപ്പൊ ഇങ്ങനെയൊക്കെ നോക്കാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മെഹ്റാബിലേക്ക് നിന്നുകൊണ്ട് ബാക്കിലേക്ക് നേരെ പുറകിൽ നബിയുല്ലാഹി ആദം, വലഭാഗത്ത് നിൽക്കുന്നു ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം, അതിന് തൊട്ടടുത്ത് ഇസ്മായിൽ, അതിന് തൊട്ട് ഇസ്ഹാഖ് അലൈഹിമുസ്സലാം. അങ്ങനെ എല്ലാ അമ്പിയാക്കളും അവർക്ക് ഇമാമായി നിസ്കാരം നിർവഹിച്ച ശേഷം അറജൻ നബിയു ഇലസ്സമാ, അറജൻ നബിയു ഇലസ്സമാ, നബി തങ്ങൾ വാനലോകത്തേക്ക് പുറപ്പെടുക. ആ വാനലോകത്തേക്ക് പുറപ്പെടുമ്പോൾ ബുറാഖ് എന്ന വാഹനം ഇങ്ങനെ സഞ്ചരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോ ആകാശവും കഴിഞ്ഞ് 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 ഫലമ്മാന അന്നാമൂസു വൽ ഖൽബു ഫീ സഖഫ് അതാഹു നിദായാ സയ്യിദർ റസൂലി ലാ തഖഫ് അനല്ലാഹു മിന്നി ബിത്തഹിയ്യാതി തുബ്ദഊ. 7 ആകാശവും ബൈത്തുൽ മഅമൂർ സിദ്റത്തുൽ മുന്തഹായും കഴിഞ്ഞ് അല്ലാഹുവിന്റെ മാത്രം ഹദറത്തുൽ ഖുദ്സിൽ ജിബ്രീൽ അലൈഹിസ്സലാമിന് പോലും പ്രവേശനമില്ലാത്ത ആ സ്ഥലത്തെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സിന് ഒരു ബേജാർ, ഒരു ബേജാറ്. അപ്പൊ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളി വന്നു. ഫലമ്മാന അന്നാമൂസ്, ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ മറ്റൊരു പേരാണ് നാമൂസ്. ബുഖാരി അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പുറകോട്ട് മാറി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ തനിയെ യാത്രയായി. അപ്പൊ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളി വന്നു. അതാഹുൻ നിദാ യാ സയ്യിദുർ റസൂൽ, നേതാക്കൾക്ക് നേതാവായിട്ടുള്ള നബിയെ, ലാ തഖഫ്, തങ്ങൾ പേടിക്കണ്ട, അനല്ലാഹു മിന്നി ബിത്തഹിയ്യാതി തുബ്ദഊ, നിങ്ങൾ ഇപ്പോൾ അള്ളാഹുവിന്റെ പ്രത്യേക സംരക്ഷണ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അവിടെ കിതാബ് കാണാം, നബി തങ്ങളും അള്ളാഹുവും മാത്രം, ഹബീബും വ മഹബൂബുൻ വമാ സമ്മ സാലിസൂ, അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂലും മാത്രം. ആ സമയത്ത് മുത്തുനബിയുടെ കയ്യിൽ അള്ളാഹു തആല നേരിട്ട് ഒരു വിത്ത് ഏൽപ്പിച്ചു. ആ വിത്താണ് അസ്സലവാത്തുൽ ഖംസ്. അത് നിങ്ങൾ ബാക്കി വാഴക്കങ്ങൾ കേട്ടിട്ടുണ്ട്. 50 നേരത്തെ നിസ്കാരം കൊടുത്തിരുന്നത് എന്നൊക്കെ എല്ലാവരും കേട്ടിട്ടില്ലേ അല്ലേ? പണ്ടൊരു മൗലിയാര് വേദം പറയുമ്പോ പറഞ്ഞു 50 വക്കത്ത് നിസ്കാരം കൊടുത്തിരുന്നത്. പിന്നെ വഴിക്ക് മൂസാ നബിനെ കണ്ടപ്പോ പറഞ്ഞു, നബിയെ ഇത് കയ്യൂലോട്ടോ, ഒന്ന് കുറച്ച് തരാൻ പറയും. അങ്ങനെ റസൂലുള്ള അങ്ങോട്ട് തന്നെ പോയി 5 കുറച്ചു കൊടുത്തു, പിന്നെയും പോയി, പിന്നെയും 5 കുറച്ചു കൊടുത്തു, പിന്നെയും പോയി, പിന്നെയും 5 കുറച്ചു കൊടുത്തു. അങ്ങനെ എത്ര വട്ടം പോയി? 9 പ്രാവശ്യം പോയി. അങ്ങനെയാണ് 45 ചുരുക്കിയത് എന്ന് പറഞ്ഞു. അപ്പൊ 2 കുട്ടികൾ സഭയെന്ന് പറഞ്ഞു, ഒരു പോക്കും കൂടി മൂപ്പര് പോയില്ലോ. അല്ലാഹ്, ഇപ്പത്തെ നമ്മളെ മക്കള് നിൽക്കണത് അതിൽ അങ്ങോട്ടാണ് വിളിച്ചത്. ഒരു പോക്കും കൂടി പോയിക്കണെങ്കിൽ ആ സുബയും കൂടിയാണ് തട്ടിപ്പോയി എന്നുള്ളിടത്താണ് കുട്ടികൾ നിൽക്കണത്. ആ കുട്ടിക്ക് പിന്നെ എന്തായിന്നറിയാം, ആ പറഞ്ഞ കുട്ടിയൊക്കെ പിന്നെ ഗൾഫിക്ക് വിസ കിട്ടി സൗദി പോയി. സൗദി പോയിട്ട് ദമാമിൽ സൂപ്പർ മാർക്കറ്റിലാണ് അവർക്ക് ജോലി കിട്ടിയത്. അങ്ങനെ 1 മാസം സൂപ്പർ മാർക്കറ്റിൽ നിൽക്കാൻ പോലും നാട്ടിൽ ഇങ്ങോട്ട് ആ ഉസ്താദിന് കത്തെഴുതി, ഉസ്താദെ ഞങ്ങളിപ്പോൾ സൂപ്പർ മാർക്കറ്റിലാണ്, നല്ല റാഹത്താണ്, പക്ഷേ അന്ന് 50 വക്കത്ത് നിസ്കാരം ഉണ്ടാക്കിയാൽ അത് 50 തന്നെ മതിയേനിയാണ്. കാരണം അവിടെ ഓരോ നിസ്കാരത്തിനും അടക്കുകയാണ്. അപ്പൊ 50 വട്ടം അടക്കുകയാണെന്ന് വെച്ചാൽ നല്ല സൗകര്യമില്ലേ? അപ്പം നമ്മളെ നിസ്കാരം ദുനിയാവിന് വേണ്ടിങ്ങാണ്ടാണ് അതാപ്പുള്ള സംഗതി. അവിടെ ഓരോ വക്കത്ത് നിസ്കരിക്കുന്ന സ്ഥലക്ക് അടക്കുമല്ലോ. അപ്പൊ എന്താവും, ഓരോ പ്രാവശ്യം നിസ്കാരത്തിന് അടക്കുമ്പോ ഒരു പൊറാട്ടെങ്കിലും ഇങ്ങനെ ഉഴുന്ന് ചുരുട്ടിക്കാണ്ട്. അപ്പൊ അവിടെ ചെന്ന് നോക്കുമ്പോ അപ്പള ഒരു പണ്ട് 50 ഒക്കെ തന്നെ ആകാണ് നല്ലത്.
നമ്മളെ എല്ലാ സംഗതി ഏതിനും വേണ്ടി തന്നെയാണ്, ദുനിയാവിനും വേണ്ടിയാണ്. നിസ്കരിക്കാൻ നിന്നാ കണ്ടിട്ടില്ല നിങ്ങള്? നമ്മള് വെറുതെ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ് വെച്ചാൽ ഒരു മനസ്സിൽ ഒരു വിചാരവും വരില്ല. നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോഴത്തേന് പല വിഷയം മനസ്സിൽ ഓർമ്മയാകാണല്ലോ അല്ലെ. റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന മതിന് ട്രെയിൻ ഇല്ലാത്തപ്പോ, വണ്ടി ഇല്ലാത്തപ്പോ അവിടെ ചെന്നാൽ നല്ല അച്ചടക്കം. വണ്ടി ഇങ്ങനെ വരുന്നതോടുകൂടെ എല്ലാവരും ഇളകി ചായ ചായ, കാപ്പി കാപ്പി, മനോരമ മനോരമ, സിറാജ് സിറാജ്, ചന്ദ്രിക ചന്ദ്രിക, എല്ലാവരും ഇളകി വണ്ടിന് കാണണം. എന്ന മാതിരി നമ്മളിങ്ങനെ ഫ്രീ ആയിട്ട് നിൽക്കാം നിസ്കരിക്കാൻ വേണ്ടി. അല്ലാഹു അക്ബർ. ഇനി വരാത്ത വിചാരം. ഒരു ദിവസം രാത്രി പെണ്ണുങ്ങൾ ഉറങ്ങാൻ നേരത്താണ് പള്ളിക്കന്ന് മൊല്ലാക്ക വിളിച്ചത്. നാളെ ഉസ്താദന്മാരെ ചെലവാണ് നിങ്ങളെ പേരിൽ. അടച്ചു. ആർത്ത പറഞ്ഞതുമില്ല. പിറ്റേന്ന് രാവിലെ നീച്ച് സുബഹിസ്കരിച്ചാൻ നിന്നതാണ് ആ പെണ്ണുങ്ങൾ. അപ്പൊ നിസ്കരിച്ചാൻ വേണ്ടി നിന്നപ്പോ അല്ലാഹു അക്ബർ വജ്ജഹത്തു വജീഹലില്ലദീ. 3 ഉസ്താദന്മാരപ്പോ പള്ളിക്ക 4 ആളാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. പോയ മൂല്യർക്ക് മീൻ പറ്റൂലേ, ഇയാളിഞ്ഞെന്ത് കട്ടക്കാലത്തിലാ പോട്ടെ. അല്ലാഹ് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. മുഫത്തിഷോ മറ്റോ വരുന്ന ദിവസമാണോ എന്ന് അതും അറിയില്ല. നിസ്കാരം ഇങ്ങനെ നടക്കുന്നുണ്ട്, മനസ്സിൽ മുഴുവൻ മൂല്യാരെ ചെലവാണ്. അതാ പെണ്ണുങ്ങൾ പറഞ്ഞത് ഇന്നത്തെ സുബഹി ഉസ്താദിന്റെ ചെലവായിട്ട്. അപ്പോ നമ്മള് കുറെ ഇബാദത്തൊക്കെ നമുക്ക് ഉണ്ട്, അള്ളാഹു കബൂലാക്കട്ടെ. നമ്മളെ മനസ്സിൽ പല വിഷയവും വരികയാണ് അല്ലേ. ഒന്ന് നന്നാകാന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഇത് അള്ളാഹു തആല നേരിട്ട് മുത്തുനബിന്റെ കയ്യിൽ വിത്ത് ഏൽപ്പിച്ചു. ഏതാ വിത്ത്? നിസ്കാരം. നല്ല വിത്ത് കൊടുത്തത് നല്ല മാസത്തില് റജബിൽ വിത്തിറക്ക. റജബിൽ വിത്തിറക്ക. ആഖിറത്തിലേക്ക് കൃഷി ചെയ്യാനുള്ള നല്ല സമയം റജബാണ്. നല്ല വിത്ത് നിസ്കാരമാണ്. അല്ലാഹു റബ്ബി ഫർള് നിസ്കാരം, റവാത്തിബ് നിസ്കാരം, ദുഹാ നിസ്കാരം, തറാവീഹ് നിസ്കാരം, വിത്ർ നിസ്കാരം, നല്ല വിത്ത്. ഇനി നമുക്ക് ശഅബാനിലേക്ക് കടന്നാൽ നമ്മളൊരു വിത്ത് ഇങ്ങനെ മുളച്ചു വരുമ്പോ എന്ത് കൊടുക്കണം? വെള്ളവും ചേർത്ത് കൊടുക്കണം. എല്ലാ ഇബാദത്തിന്റെയും കുറവ് പരിഹരിക്കുന്ന സംഗതിയാണ് സ്വലാത്ത്. ഏതൊക്കെ ഇബാദത്ത് നമ്മൾ ചെയ്തിട്ടുണ്ടോ അതിനൊക്കെ എന്തൊക്കെ കുറവുണ്ടോ ആ കുറവ് പരിഹരിക്കാനുള്ള മാർഗമാണ് സ്വലാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരിൽ സ്വലാത്ത് ചെല്ലണമെന്ന ഓർഡർ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മത്തിന് നൽകിയത് എപ്പോഴാണെന്നറിയോ? അത് ശഅബാനിലാണ്. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ. സ്വലാത്ത് ചെല്ലണം എന്ന ഓർഡർ അല്ലാഹു തആല നൽകിയത് ഏതിലാണ്? ശഅബാനിലാണ്. റജബിൽ വിത്തിറക്കി, ശഅബാനിൽ വളമായി. അതിങ്ങനെ നനച്ചു കൊടുക്കാം. മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു വളരെ സന്തോഷകരമായി അത് പറയുന്നുണ്ട്. റജബിൽ വിത്തിറക്കി, ശഅബാനിൽ അതിന് വളമൊക്കെ ഇങ്ങനെ ചേർത്ത്, അഥവാ നിസ്കാരങ്ങളൊക്കെ ഒന്ന് കൃത്യമാക്കി, സുന്നത്തും ഫർളും ഒക്കെ നിസ്കാരം കൃത്യമാക്കി, നല്ലപോലെ സ്വലാത്തും ദിക്റും ഒക്കെ ചൊല്ലി റമളാനിലേക്ക് അങ്ങോട്ട് കടക്കുമ്പോൾ അല്ലാഹ് കൃഷിയൊക്കെ വന്നു, നല്ല പോലെ വളം ചേർത്ത് കൊടുത്തു, കായ്ക്കനികൾ ഉണ്ടാകാൻ തുടങ്ങി. ഒന്നാമത്തെ പത്തിൽ മരങ്ങളൊക്കെ പൂത്തുലഞ്ഞു നിൽക്കും. രണ്ടാമത്തെ പത്തിൽ അൽഹംദുലില്ലാഹ് കായ്ക്കനികളൊക്കെ പഴുത്ത് പാകമാകും. മൂന്നാമത്തെ പത്തിലേക്ക് കടന്നാൽ 21-ാം രാവിന് മൂത്തത് നോക്കിയിട്ട് പറിക്കണം. 23-ന് ബാക്കിയും കൂടി പറിക്കണം. 25-ന് ഇനി പറിച്ചാത്തതൊന്നായ്മ ബാക്കി ഉണ്ടായത് മുഴുവൻ പറിച്ചു വെക്കണം. 27-ന് ടോപ്പ് മാർക്കറ്റാണ്. 27-ാം രാവിന് ടോപ്പ് മാർക്കറ്റ്, അതിലാണ് വിൽക്കണം. അതാണ് ഓറയുമ്പം വെട്ടണം എന്ന് പറഞ്ഞത്. 27-ാം രാവിന് ടോപ്പ് മാർക്കറ്റാണ്. ഖൈറും മിൻ അൽഫി ശഹ്ർ. 1000 മാസത്തേക്കാൾ ഉത്തമം. 1000 മാസം എന്ന് പറഞ്ഞാൽ എത്ര കൊല്ലാണ്? 83 ചൊല്ലാനും കൊല്ലമാണ്. നമ്മൾ ആകെ ആയുഷ്കാലം എത്ര? വയസ്സെത്തിരി? വയസ്സ് വെച്ചാൽ എല്ലാരും മറ്റവനും ഒത്തുക്ക് നോക്കുക, ബമ്പനും ഒത്തുക്ക് നോക്കുക. വയസ്സ് വെച്ചാൽ നാളെ 2 ആള് തമ്മിൽ കണ്ടുമുട്ടിയ ഒരു ചരിത്രമുണ്ട്. ഒരു 2 ആള് കണ്ടുമുട്ടി വർത്താനത്തിന്റെ ഇടയിൽ ചോദിച്ചു, നിങ്ങൾക്കിപ്പോ വയസ്സെത്തിരിയായി ചോദിച്ചു. വയസ്സ് 65ആയി. ഒരു 2 ആളും പിരിഞ്ഞ് പിന്നെ 10 കൊല്ലം കഴിഞ്ഞിട്ടാ കണ്ടത്. അപ്പൊ കണ്ട് വർത്താനം